ഈ ഫോം ഓഫ് ഗോഡ് ഇറ്റ്സ് ഓൺലി എ റെപ്രസെൻറ്റേഷൻ ഫോർ യു. നിങ്ങൾ പൂജാ റൂമിൽ ദൈവത്തിൻ്റെ ഫോട്ടോൻ്റെ മുന്നിൽ നിന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ യു നോ ദറ്റ് യുവർ ഗോഡ് ഇസ് നോട്ട് ദറ്റ് ഫോട്ടോഗ്രാഫ്. യു നോ ദറ്റ് വെരി ക്ലിയർലി. സ്റ്റിൽ യു ഡു പൂജ. ആൻഡ് ഗോഡ് ഇസ് വൺ. മെനി ഫോംസിലാണുള്ളത്, പക്ഷേ ഗോഡ് ഇസ് വൺ. യു അക്സെപ്റ്റ് ഗോഡ് ആസ് ഇൻഫിനിറ്റ്. യു അക്സെപ്റ്റ് ഗോഡ് ആസ് സെപ്പറേറ്റ്. ആൻഡ് യു യൂസ് ദാറ്റ് ഫോം ആസ് എ സപ്പോർട്ട് സിസ്റ്റം. അതൊരു താൽക്കാലികമാണ്. പ്രെയറാണ് എളുപ്പം. കാരണം എനിക്ക് ഇമോഷണൽ ആയിട്ടുള്ളൊരു സുഖം കിട്ടുന്നുണ്ട്, ഒരു റിലീഫ് കിട്ടുന്നുണ്ട്. എനിക്കൊരു ഫീലിംഗ് ആണ് സംബഡി ഈസ് ദെയർ ടു ടേക്ക് കെയർ ഓഫ് മീ. എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ സപ്പോർട്ട് സിസ്റ്റം എനിക്ക് വേണം എന്ന് പറയുന്ന ആ സമയത്തൊക്കെ ഞാൻ സപ്പോർട്ടിന് എൻ്റെ ഈശ്വരനെ പുറത്ത് കാണുന്നത് വളരെ നല്ലതാണ്. കൂടുതലും നമ്മൾ പ്രേയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അമ്പലങ്ങളിൽ പോകുന്നു, റിച്വൽസ് ചെയ്യുന്നു. അതാണല്ലോ നമ്മൾ കൂടുതലും വൈകുന്നേരം പ്രാർത്ഥിക്കുന്നു, വിളക്ക് കത്തിക്കുന്നു. അപ്പോൾ പുറത്താണ് ദൈവം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കുറേ വർഷങ്ങളായിട്ട് നമ്മൾ അതാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അകത്താണ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കോൺഫ്ലിക്റ്റ് അവിടെ വരുമല്ലോ. ലൈക്ക് അകത്താണോ പുറത്താണോ? അകത്താന്നുള്ളത് ക്ലിയർ ആയി, എന്നാലും നമ്മുടെ ആ ഒരു കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു രീതി പുറത്താണല്ലോ. ഗുഡ് ക്വസ്റ്റ്യൻ. ഇപ്പം ഗോഡിനെ കുറിച്ച് പറഞ്ഞുവല്ലോ. അപ്പം ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ ഗോഡ് എന്ന് പറയുന്നത് ശരിക്കും ഫൈനൈറ്റ് ആണോ ഇൻഫിനിറ്റ് ആണോ? ഗോഡ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള ഒരു ശക്തി, ഇസ് ഇറ്റ് എ ഫൈനൈറ്റ് തിങ് ഓർ ഇസ് ഇറ്റ് ഇൻഫിനിറ്റ്? അനന്തമായ ഒരു ശക്തിയാണോ? ഇൻഫിനിറ്റ് ആണ്. ദാറ്റ് ഇസ് ക്ലിയർ. മറ്റൊന്ന്, ഈ ഗോഡ് എന്ന് പറയുന്നത് ഒന്നാണോ പലതാണോ? ഒന്നാണ്. പല ഫോംസിൽ നമ്മൾ കാണുന്നു. അങ്ങനെയാണ് അല്ലേ? ചിലർക്ക് കൃഷ്ണൻ, ചിലർക്ക് ഗണപതി, ചിലർക്ക് ജീസസ് എന്ന് പറഞ്ഞ പോലെ. അതെ. ഗോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫിനിറ്റ് ആണെന്ന് പറഞ്ഞു, വൺ ആണെന്ന് പറഞ്ഞു അല്ലേ? നമ്മൾ കൂടുതൽ ആളുകളും ദൈവത്തെ ഒരു ഫോമായി കണ്ടുകൊണ്ടാണ് ആരാധിക്കുന്നത് അല്ലേ? അതിൻ്റെ കാരണം ഗോഡ് വിത്ത് എ ഫോം ഇസ് വെരി ഈസി. നമ്മൾ ഒരു ഫോമാണ് എന്ന് നമ്മൾ ധരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ചേർന്നത് ഫോമിലുള്ള ഗോഡിനെ ആരാധിക്കലാണ്. വെൻ യു ഹാവ് ദ ഫീലിംഗ് ദറ്റ് യു ആർ ദിസ് ബോഡി വിത്ത് എ ഫോം, ഓൾവേസ് ഹാവ് അനദർ ഫോം ബിക്കോസ് യു ആർ എ ഫോം. യു ആർ ലിമിറ്റഡ്. ഈ ഫോം ഓഫ് ഗോഡ് ഇറ്റ്സ് ഓൺലി എ റെപ്രസെൻറ്റേഷൻ ഫോർ യു. നിങ്ങൾ പൂജാ റൂമിൽ ദൈവത്തിൻ്റെ ഫോട്ടോൻ്റെ മുന്നിൽ നിന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ യു നോ ദറ്റ് യുവർ ഗോഡ് ഇസ് നോട്ട് ദറ്റ് ഫോട്ടോഗ്രാഫ്. യു നോ ദറ്റ് വെരി ക്ലിയർലി. സ്റ്റിൽ യു ഡു പൂജ അല്ലേ? ചർച്ചിൽ പോയിട്ട് ജീസസിൻ്റെ സ്റ്റാച്യു കാണുമ്പോൾ അല്ലെങ്കിൽ പടം കാണുമ്പോൾ the devotee knows that that is not Jesus. Christ is that Christ consciousness, and this is a representation for me because I know that I am a form. I need a form so that I can meditate. അപ്പോൾ ഈ ഫോമുള്ള ഗോഡ് ഇറ്റ് ഇസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ദറ്റ് സുപ്രീം പവർ ദറ്റ് യു ബിലീവ് ഇൻ. അങ്ങനെയാണല്ലോ. ഇപ്പോൾ ട്രൂത്ത് എന്താണ്? നേരത്തെ പറഞ്ഞു ഗോഡ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലായിടത്തും ഉണ്ട്, അനന്തമായതാണ് അല്ലേ? ആൻഡ് ഗോഡ് ഇസ് വൺ. മെനി ഫോംസിലാണ് ഉള്ളത്, പക്ഷേ ഗോഡ് ഇസ് വൺ. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ചോദ്യം. ഇഫ് യു ആർ നോട്ട് ഗോഡ്, ഗോഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഗോഡ് ഇസ് ഗോഡ് മൈനസ് യു. ശരിയല്ലേ? ഇഫ് യു ആർ നോട്ട് ഗോഡ് എന്നാണ് പറഞ്ഞത്. ഇഫ് യു ആർ നോട്ട് ഗോഡ്, God means God minus you. അപ്പോൾ if you are not God, all the people around me, they are also not gods. So what is the definition of God? God means God minus me, minus everybody around me. അപ്പോൾ എന്ത് സംഭവിച്ചു? The God that you claimed to be infinite became finite. ശരിയല്ലേ? ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ അനന്തമായതാണ്, എല്ലാമാണ്. Because God does not include you and because God does not include anybody else, God becomes finite. അതങ്ങനെ വരാനുള്ള കാരണം because you are finite. God became finite because you became finite. അങ്ങനെയാണ്. But if God is also in you, ഈ ഒരു ആർഗ്യുമെൻ്റ് നോക്കൂ. If God is also in you and if that God is infinite, God is one. ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഗോഡ് 2 ആവില്ലല്ലോ, ആവില്ല. ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഗോഡ് 2 ആയി കഴിഞ്ഞാൽ ആ ഗോഡ് ഫൈനൈറ്റ് ആയി. അങ്ങനെയാണ്. അപ്പോൾ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഗോഡ് നിങ്ങളിലും വേണം. ഇഫ് ദാറ്റ് ഗോഡ് ഇസ് ഇൻഫിനിറ്റ്, ആ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഗോഡ് ഒന്നായ സ്ഥിതിക്ക് നിങ്ങളിലുണ്ടെങ്കിൽ അതിൻ്റെ കൊറോളറി എന്താണ്? ഗോഡ് ഇസ് വൺ ആൻഡ് ഗോഡ് ഇസ് ഇൻ യു. ഇറ്റ് മീൻസ് യു ആർ ഗോഡ്. ബട്ട് ദ പ്രോബ്ലം ഇസ് യു ഡോണ്ട് ഫീൽ ദാറ്റ്. യു അക്സെപ്റ്റ് ഗോഡ് ആസ് ഇൻഫിനിറ്റ്, യു അക്സെപ്റ്റ് ഗോഡ് ആസ് സെപ്പറേറ്റ് ആൻഡ് യു യൂസ് ദാറ്റ് ഫോം ആസ് എ സപ്പോർട്ട് സിസ്റ്റം. അതൊരു താൽക്കാലികമാണ്. അപ്പോൾ ഇതെല്ലാവരും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. വി ആർ യൂസിങ് ദാറ്റ് ഫോം ഓഫ് ഗോഡ് നമുക്ക് ഒരു മാനസികമായിട്ടുള്ള സംതൃപ്തിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണ്. തെറ്റൊന്നും പറയുന്നില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മോക്ഷത്തിലേക്ക് എത്താൻ 4 മാർഗ്ഗങ്ങളുണ്ടല്ലോ. അതിലൊന്ന് ഭക്തിയാണ്, 2 കർമ്മ, 3 ധ്യാന അല്ലെങ്കിൽ യോഗ, 4 ജ്ഞാന. ഈ 4 മാർഗ്ഗങ്ങളിലും ഏറ്റവും കോമൺ ആയിട്ടുള്ള ഫോം ഭക്തിയാണ്. ബിക്കോസ് ഇറ്റ് ഇസ് സോ കംഫർട്ടിങ് ആൻഡ് ഇറ്റ് ഈസ് മോസ്റ്റ്
ഡയറക്റ്റ്ലി ആക്സസിബിൾ ടു ഓൾ ഓഫ് അസ്. മനസ്സിനൊരു സപ്പോർട്ട് വേണമെന്ന് തോന്നുമ്പോൾ, എൻ്റെ ലൈഫ് അൺസർട്ടൺ ആണ് എന്ന് തോന്നുമ്പോൾ എനിക്ക് ഒരു പിടിവള്ളി വേണം. സോ ഐ എസ്റ്റാബ്ലിഷ് എ റിലേഷൻഷിപ്പ് വിത്ത് മൈ ഗോഡ് വിത്ത് എ ഫാം. അപ്പോൾ എനിക്ക് എളുപ്പമാണ്. ഐ കൻ ഈസിലി ലവ് ദറ്റ് ഗോഡ്. ഐ ഫീൽ സോ ഡിവോട്ടഡ്. ഇറ്റ് ഈസ് മച്ച് മോർ ഈസിയർ ദാൻ അബ്സ്ട്രാക്ട് എൻക്വയറി. എൻക്വയറി എന്ന് പറഞ്ഞാൽ എന്തൊരു ബുദ്ധിമുട്ടാണ്, എന്തായി ചെയ്യുന്നതെന്ന് അറിയില്ല അല്ലേ. സോ ഫോർ മെനി പീപ്പിൾ എൻക്വയറി ഈസ് നോട്ട് ഈസി. പ്രെയറാണ് എളുപ്പം. കാരണം എനിക്ക് ഇമോഷണൽ ആയിട്ടുള്ളൊരു സുഖം കിട്ടുന്നുണ്ട്, ഒരു റിലീഫ് കിട്ടുന്നുണ്ട്. എനിക്കൊരു ഫീലിംഗ് ആണ് സംബഡി ഈസ് ദെയർ ടു ടേക്ക് കെയർ ഓഫ് മീ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ. സോ നമ്മളറിയാതെ നമ്മുടെ സ്പിരിച്വാലിറ്റിക്ക് ഒരു സ്ട്രക്ചർ കൊടുക്കുകയാണ് ത്രൂ ഭക്തി, റിച്വൽസിലൂടെയും ജപത്തിലൂടെയും പ്രാർത്ഥനകളിലൂടെയൊക്കെ. അത് നല്ലതാണ്. കാരണം ആ ഭക്തി നമ്മുടെ മനസ്സിനെ പ്യൂരിഫൈ ചെയ്യുന്നു, നമ്മുടെ ഈഗോ സെൻട്രിസിറ്റി കുറയുന്നു. സോ ഡിവോഷൻ ആക്ച്വലി പ്രിപ്പയർസ് യുവർ മൈൻഡ് ഫോർ ജ്ഞാന. ഉപദേശ ഉണ്ടിയാർന്നുള്ള പുസ്തകമുണ്ടല്ലോ, ഉപദേശസാരം എന്ന് മലയാളത്തിലുള്ളത്. അതിൽ മഹർഷി പറയുന്നുണ്ട്, റാദർ ദാൻ മെഡിറ്റേറ്റിംഗ് അപ്പോൺ ഗോഡ് ആസ് അതർ ദാൻ വൺ സെൽഫ്, ടു മെഡിറ്റേറ്റ് അപ്പോൺ ഗോഡ് ആസ് നോട്ട് അതർ ദാൻ വൺ സെൽഫ്, ആസ് ഹീ ഈസ് ഐ ഈസ് ദി ഹയസ്റ്റ് എന്നാണ് പറഞ്ഞത്. റാദർ ദാൻ മെഡിറ്റേറ്റിംഗ് അപ്പോൺ ഗോഡ് ആസ് അതർ ദാൻ വൺ സെൽഫ്, അതിന് പറയുന്നു അന്യഭാവ. അനന്യഭാവത്തിലുള്ള ദൈവത്തെ ആരാധിക്കുകയാണ് എത്രയോ ശ്രേഷ്ഠം എന്നാണ് പറയുന്നത്. ഭേദബുദ്ധിയോടുകൂടിയുള്ള ധ്യാനത്തേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് അഭേദധ്യാനം. ഈശ്വരൻ എന്നിൽ നിന്നും ഭിന്നനല്ല എന്ന ധ്യാനം പരമശ്രേഷ്ഠമാണ് എന്ന് രമണ മഹർഷി പറയുകയാണ്. അന്യഭാവം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് അതർനെസ്, അന്യത്വം, ഞാൻ ദൈവമല്ല. അനന്യഭാവം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് നോൺ അതർനെസ്, അന്യമല്ലാത്ത അവസ്ഥ. അപ്പോൾ ഈശ്വരൻ എന്നിൽ നിന്നും ഭിന്നനല്ല എന്ന ഒരു ഫീലിംഗ് ആണ് അനന്യഭാവം. ഒരു ജ്ഞാനി എന്താ ചെയ്യുന്നത്? ജ്ഞാനിക്കാണ് ഏറ്റവും കൂടുതൽ ഭക്തിയുള്ളത്. ജ്ഞാനി ഈസ് certainly devoted to Ishvara, but that Ishvara is not different from himself or herself എന്ന അഭേദ ധ്യാനത്തിലാണ് ഭക്തി അവിടെ ഉണ്ടാകുന്നത്. അന്യം എന്ന് പറയുമ്പോൾ ഭേദമായി, ഡിഫറൻസായി, മറ്റൊടത്ത് നോൺ ഡിഫറൻസ് ആണ്. അപ്പോൾ ഈ അന്യ ഭക്തി അപരാഭക്തി എന്ന് പറയും. ഈ അപരാഭക്തി പ്രിപ്പറേറ്ററി ഡിവോഷനാണ്, ലോവർ ലെവൽ ഓഫ് ഡിവോഷനാണ്. ഒട്ടും മോശമായിട്ട് കാണുകയല്ല, ജ്ഞാനത്തിലേക്ക് കടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ഇറ്റ് ഈസ് ഡിവോഷൻ വിത്ത് ഡുവാലിറ്റി. നിങ്ങളൊരു ഡിവോട്ടിയാണ് ആൻഡ് യു ഹാവ് എ ഗോഡ്, പെർഫെക്റ്റ്ലി ഓക്കെ. സോ യു ഇൻവോൾവ് ഇൻ പ്രേയേഴ്സ്, യു ഡു റിച്വൽസ്, യു ഡു ചാൻറ്റിങ്സ് ആൻഡ് യു ഡു വർഷിപ്പ്. എന്തും ചെയ്യാം. യു സീ ഗോഡ് എസ് സെപ്പറേറ്റ് ഫ്രം യു, ഗോഡ് വിത്ത് എ ഫോം, ഗോഡ് വിത്ത് സർട്ടൻ ക്വാളിറ്റീസ് ആൻഡ് പവർ. ദിസ് ഈസ് പെർഫെക്റ്റ്ലി ഓക്കെ ഫോർ ദ ഈഗോ. ബിക്കോസ് യു ആർ എ ഫോം, ദിസ് ഈസ് ദ ബെസ്റ്റ് ഫോം ഓഫ് വർഷിപ്പ്, because it will soften your ego, it will make you more humble. ഹ്യൂമിലിറ്റി ഒരു റിക്വയർഡ് ആയിട്ടുള്ള കണ്ടീഷനാണ് ഈവൺ ഫോർ ജ്ഞാനം. അപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്നതിൽ നല്ലത്, ഞാൻ ശരീരമാണ് എന്ന് തോന്നുന്ന ഒരാൾ ഭക്തി മാർഗത്തിലേക്ക് ഒരു ഫോമുള്ള ഗോഡിനെ ആരാധിക്കുക തന്നെയാണ്. നേരെ മറിച്ച് നമ്മൾ ജ്ഞാനത്തിലേക്ക് വരുമ്പോൾ അവിടെ പരാഭക്തിയായി. അപരാഭക്തിയല്ല, പരാഭക്തി മീൻസ് സുപ്രീം ഡിവോഷൻ. ഇറ്റ് ഈസ് ഡിവോഷൻ വിത്തൗട്ട് ഡുവാലിറ്റി. ഇറ്റ് മീൻസ് ദ ഡിവോട്ടി ഈസ് നോട്ട് സെപ്പറേറ്റ് ഫ്രം ഗോഡ്. ഗോഡ് ഈസ് മൈ ഓൺ സെൽഫ് എന്ന ഫീലിംഗ് ആണ്. ഗോഡ് ഈസ് മൈ ഓൺ സെൽഫ് എന്ന് പറഞ്ഞ് നമ്മളതിൽ ഉറച്ചു നിൽക്കുമ്പോൾ ദാറ്റ് ഈസ് സെൽഫ് അബൈഡൻസ്, ദാറ്റ് ഈസ് സെൽഫ് സറണ്ടർ, ദാറ്റ് ഈസ് ദ സൈലൻസ് ദാറ്റ് യു ആർ എക്സ്പീരിയൻസിങ് ആഫ്റ്റർ ദ റിട്രീറ്റ്. ഇതാണ് നമ്മളെ സെൽഫ് നോളജ് അല്ലെങ്കിൽ ജ്ഞാനത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അപരാഭക്തി എന്ന് പറയുമ്പോൾ ഐ ലവ് ഗോഡ് എന്ന് പറയാം. പരാഭക്തി എന്ന് പറയുമ്പോൾ ഐ ആം ദാറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ യു ആർ ദാറ്റ്. അതാണ് തത്വമസി. പരാഭക്തി എന്ന് പറയുമ്പോൾ യു ആർ ഗോഡ്. അത് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഞാൻ എന്നെ തന്നെ ദൈവമായിട്ട് പുറമേ സങ്കല്പിക്കാൻ പാടില്ല. ഐ വ്യൂ മൈ സെൽഫ് ആസ് ഗോഡ്, ആസ് എ തേർഡ് പേഴ്സൺ. അത് പറ്റില്ല. കാരണം ദാറ്റ് ഇസ് ദ മൈൻഡ്. പല ആളുകളും തെറ്റിദ്ധരിക്കുന്നതാണ്. ഞാൻ ദൈവമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഞാൻ ദൈവമാവുക? അതാവില്ല. ആസ് ലോങ് ആസ് യു ബിലീവ് യുവർ എ ഫോം, യു ക്യാൻ നെവർ ബി ഗോഡ്. സോ യു ബെറ്റർ ഗോ ടു അപരാഭക്തി. ബെറ്റർ ടു ഹാവ് എ ഗോഡ് വിത്ത് ഫോം. കണ്ടിന്യൂ ചെയ്തോളൂ. യു ഡു യുവർ പ്രാക്ടീസ്, യു ഡു യുവർ റിച്വൽസ്, യു ഡു യുവർ ജപ, ബട്ട് റെഗുലർലി പ്രാക്ടീസ് സെൽഫ് എൻക്വയറി. അപ്പോൾ ഞാൻ യഥാർത്ഥ ഞാനായി മാറുകയാണ് ചെയ്യുന്നത്. ദ ജേണി വിത്തിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എ ജേണി ഫ്രം അന്യഭാവ ടു അനന്യഭാവ. അപരാഭക്തിയിൽ നിന്നും പരാഭക്തിയിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും ദ ജേണി വിത്തിൻ. അതുകൊണ്ടാണ് ഭഗവാൻ രമണ മഹർഷി എന്നെ പറയുന്നു, ഉപദേശം ഉണ്ടിയാറിൽ പറയാണ്, ഹൃദയപത്മത്തിൽ മനസ്സിനെ ഉറപ്പിക്കുന്നതിനെയാണ് യഥാർത്ഥ കർമ്മം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഭക്തി, അത് തന്നെയാണ് ധ്യാനം, അത് തന്നെയാണ് ജ്ഞാനം. റെസ്റ്റിംഗ് ദ മൈൻഡ് ഇൻ ദ ഹാർട്ട് ഇസ് കർമ്മ, ഭക്തി, ധ്യാന ആൻഡ് ജ്ഞാന. എന്താ വ്യത്യാസം ഈ നാലെണ്ണം തമ്മിൽ? ഒരു വ്യത്യാസവും ഇല്ല.
If you have not realized yourself, at least to some degree, simply stick to your practice of Anya Bhava, seeing God as separate from you, meditating on God and doing whatever you're doing. And practice Atmavichara. ആത്മവിചാരം ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെ മാറുന്നു എന്ന് നോക്കിക്കോളൂ. സപ്പോർട്ട് സിസ്റ്റം എനിക്ക് വേണമെന്ന് പറയുന്ന ആ സമയത്തൊക്കെ ഞാൻ സപ്പോർട്ടിന് എൻ്റെ ഈശ്വരനെ പുറത്ത് കാണുന്നത് വളരെ നല്ലതാണ്. നമ്മൾ സാധാരണ ഇതിലൊരു മെയിൻ സ്ലാബ് വാർക്കുന്ന സമയത്ത്, ഒരു ലിൻറ്റൽ വാർക്കുന്ന സമയത്ത് നമ്മൾ സപ്പോർട്ട് കൊടുക്കുമല്ലോ അല്ലേ, സെൻറ്ററിങ് എന്ന് പറയുമല്ലോ, ഷട്ടറിങ്. ഇത് സെൻറ്ററിങ് അടിച്ച ശേഷമാണ് വാർക്കുന്നത്. കാരണം എന്താണ്? കോൺക്രീറ്റ് ഉറയ്ക്കാതെ ആ കോൺക്രീറ്റിന് തനിയെ നിൽക്കാൻ കഴിയില്ല. ബട്ട് വൺസ് ദ കോൺക്രീറ്റ് ഇസ് സെറ്റ്, യു റിമൂവ് ദ സ്ട്രക്ചേഴ്സ്. ജ്ഞാനത്തിൽ ഉറയ്ക്കാതെ ഒരിക്കലും ദൈവത്തെ നിങ്ങൾ കൈവിടരുത്. ഞാൻ തന്നെ ബ്രഹ്മം എന്ന ബോധ്യം ആ അനുഭവത്തിൽ വരാതെ എക്സിസ്റ്റിംഗ് സപ്പോർട്ട് സിസ്റ്റംസ് നിങ്ങൾ പിൻവലിക്കരുത്. അപ്പോൾ എന്താ നമ്മൾ വേണ്ടത്? യു ഡു യുവർ വർക്ക്, യു ഡു യുവർ പ്രേയേഴ്സ്. നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തും നമ്മൾ ചിലപ്പോൾ യോഗയൊക്കെ ചെയ്യും, കുറച്ച് മെഡിറ്റേഷനൊക്കെ ചെയ്യും. എന്തിനാത്? ജോലി ഒഴിവാക്കാനാണോ? അല്ല, ഫോർ അവർ വെൽ ബീയിങ്. എങ്കിലേ എനിക്ക് ബാക്കിയെല്ലാം ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നു, നമ്മൾ യോഗ ചെയ്യുന്നു, നമ്മൾ പ്രാർത്ഥനയിൽ ഏർപ്പെടുന്നു. അതിൻ്റെ കൂടെ ഡു ആത്മവിചാര സൈഡ് ബൈ സൈഡ്. നോട്ട് വിത്ത് ദി ഇൻറ്റൻഷൻ ഓഫ് സ്റ്റോപ്പിംഗ് യുവർ പ്രേയേഴ്സ്, നോട്ട് വിത്ത് ദി ഇൻറ്റൻഷൻ ഓഫ് സ്റ്റോപ്പിംഗ് ഐഡൽ വർഷിപ്പ്, നോട്ട് വിത്ത് ദി ഇൻറ്റൻഷൻ ഓഫ് സ്റ്റോപ്പിംഗ് ഗോയിങ് ടു ടെമ്പിൾസ് ഓർ ചർച്ചസ്. അതിനൊന്നും ആയിരിക്കരുത്. അതിനെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആത്മവിചാരം റെഡിയാവില്ല. ഓൺലി വിത്ത് വൺ ഇൻറ്റൻഷൻ, ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് ഹൂ ഇസ് ദ വൺ ഹൂ ഇസ് മെഡിറ്റേറ്റിംഗ്, ഹൂ ഇസ് ദ വൺ ഹൂ ഇസ് പ്രേയിങ് ടു ഗോഡ്. അതിലൂടെ പീസ് ഓഫ് മൈൻഡിന് വേണ്ടി, അതിലൂടെ സന്തോഷത്തിന് വേണ്ടി, അതിലൂടെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി. വേറെ ഒരു ഐഡിയാസും ഇതിൽ കൊണ്ടുവരണ്ട. ബട്ട് വൺസ് യു ഹാവ് റിയലൈസ്ഡ്, യു വോണ്ട് ഹാവ് ദിസ് പ്രോബ്ലം. ഈ ക്വസ്റ്റ്യൻ പിന്നെ വരില്ല. ദാറ്റ് ഈസ് വെൻ യു ഹാവ് മൂവ്ഡ് ഫ്രം അപരാഭക്തി ടു പരാഭക്തി, ഫ്രം അന്യഭാവ ടു അനന്യഭാവ. രമണ മഹർഷി പറയുന്നുണ്ട്, ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദി സറണ്ടർ ഓഫ് ദ ഈഗോ. ജ്ഞാന എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ നോളജ് ഓഫ് ദ സെൽഫ്. രണ്ടും സെയിം അല്ലേ? രണ്ടും സെയിമാണ്. വെൻ ദ ഈഗോ സറണ്ടേഴ്സ് ഇറ്റ് സെൽഫ് ടു ദ സെൽഫ്, നോളജിൻ്റെ ഫ്ലവറിങ് നടക്കുകയാണ്. യു ബിക്കം എ ജ്ഞാനി. പിന്നെ ഒരു ചോദ്യമില്ല, ഒരു ഉത്തരവില്ല. ക്ലിയർ ആയല്ലോ?